ഹലോ ഫ്രണ്ട്സ്, ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ഒരു ഹാർഡ് സബ്ജക്റ്റ് ആണെന്ന് നമുക്ക് പലർക്കും തോന്നാറുണ്ട്. എന്നാൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാനും പാസ്സാവാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചെറിയ ഏരിയ ഉണ്ട്, ബിസിനസ് ഡാറ്റ അനലിറ്റിക്സ്. ഡാറ്റ എന്താണെന്നും ബിസിനസ്സിൽ ഡാറ്റ ഡിസിഷൻ മേക്കിങ്ങിന് എത്രത്തോളം റെലവൻ്റ് ആണെന്നൊക്കെ പറഞ്ഞു പോകുന്നൊരു ചെറിയ ടോപ്പിക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡാറ്റ അനലിറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു ഡാറ്റ സയൻസ് ഫോർ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡെബിറ്റ്സ് ആൻഡ് ക്രെഡിറ്റ്സ്, യുവർ അൾട്ടിമേറ്റ് ലേണിംഗ് കമ്പാനിയൻ. ഡാറ്റ എന്നുള്ള ടേം നമുക്ക് വളരെ റെലവൻ്റ് ആയിട്ടും ഫ്രീക്വൻ്റ്ലി ഡിസ്കസ്ഡ് ആയിട്ടും നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു ടേമാണ് ഡാറ്റ. പേഴ്സണൽ ഡാറ്റ, ബിസിനസ് ഡാറ്റ, ഡാറ്റ മാനേജ്മെൻറ്റ്, ഡാറ്റ അനലിറ്റിക്സ്, ബിഗ് ഡാറ്റ, അങ്ങനെ ഡാറ്റയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ടേംസ് നമ്മൾ ഡെയിലി ലൈഫിൽ കടന്നു പോകാറുണ്ട്, നമുക്ക് പരിചയമുള്ളതുമാണ്. അപ്പോൾ എന്താണ് ഡാറ്റ, ബിസിനസ്സിൽ ഡാറ്റയുടെ റെലവൻസ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പോകുന്ന ഒരു ഏരിയയാണ് ബിസിനസ് ഡാറ്റ അനലിറ്റിക്സ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഡാറ്റ? ആൻഡ് ഡാറ്റയും ഇൻഫർമേഷനും നോളേജും ഇതൊക്കെ നമുക്ക് വളരെ പരിചയമുള്ളൊരു ടേംസാണ്. ഡാറ്റ എങ്ങനെയാണ് ഇൻഫർമേഷനിലേക്കും നോളേജിലേക്കും കണക്റ്റ് ആവുന്നത് എന്നതാണ് ഫസ്റ്റ് ഏരിയ. ഡാറ്റയും ഇൻഫർമേഷനും ഫ്രീക്വൻ്റ്ലി നമുക്ക് മാറി മാറി യൂസ് ചെയ്യുന്നൊരു ടേമാണ്. അതായത് ഡാറ്റയുടെ സ്ഥലത്ത് ഇൻഫർമേഷനും ഇൻഫർമേഷൻ്റെ സ്ഥലത്ത് ഡാറ്റ എന്നൊക്കെ നമ്മൾ മാറി മാറി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഡാറ്റ, എന്താണ് ഇൻഫർമേഷൻ, എന്താണ് നോളജ്? ഡാറ്റ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ അല്ല, സോഴ്സ് ഓഫ് ഇൻഫർമേഷനാണ്. അതായത് നമുക്കൊരു ഇൻഫർമേഷൻ എവിടെ നിന്നാണോ നമ്മൾ കളക്ട് ചെയ്യുന്നത്, ആ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ റോ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും കളക്ട് ചെയ്യുന്നുണ്ടാവുക. അതിനെയാണ് ഡാറ്റ എന്ന് പറയുന്നത്, റോ ഫോം ഓഫ് ഇൻഫർമേഷൻ. അതായത് ഒട്ടും പ്രോസസ്ഡ് അല്ലാത്ത, നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ എന്തിനെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച് അറിയാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്ന ഡാറ്റ കളക്ട് ചെയ്യണം എന്നാണ് പറയുക. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ കളക്ട് ചെയ്ത വലിയ മീനിങ് ഒന്നും ഇല്ലാത്ത റോ ആയിട്ടുള്ള കോണ്ടന്റ്, അതിനെയാണ് ഡാറ്റ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഫയൽ എടുത്ത് നമ്മൾ തുറന്നു നോക്കുകയാണെങ്കിൽ ഒരുപാട് കുട്ടികളുടെ പേര് എഴുതി വെച്ചിരിക്കുക. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്കിത് എന്താണെന്ന് മനസ്സിലാവില്ല. എന്തിനോ വേണ്ടി അവർ കളക്ട് ചെയ്തിട്ടുള്ളൊരു ഡാറ്റയാണെന്ന് മനസ്സിലാവും, പക്ഷേ ഒറ്റ നോട്ടത്തിൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ അതേസമയം അവിടുത്തെ ഏതെങ്കിലും ഒരു സ്റ്റാഫ് നമ്മളോട് പറയുകയാണ്, അല്ലെങ്കിൽ ആ ഫയലിൻ്റെ ഹെഡിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഇതൊക്കെ CMA ഇൻ്റർ പാസ്സായ കുട്ടികളുടെ ലിസ്റ്റാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ ആ ഡാറ്റയ്ക്ക് ഒരു മീനിങ് ഉണ്ട്, ആ ഡാറ്റ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഇതിനെയാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. റോ ഡാറ്റയെ പ്രോസസ്സ് ചെയ്ത് മാറ്റുന്നതിനെയാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ ഡാറ്റ പ്ലസ് കോണ്ടെക്സ്റ്റ്, അതായത് ഡാറ്റയും ഉണ്ട്, ആ ഡാറ്റയ്ക്ക് ഒരു മീനിങ്ങും ഉണ്ടാവുന്നു, അതിനെയാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ വെച്ചാണ് നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുക. അതായത് കുറേ പേരുകൾ മാത്രം നമ്മുടെ മുന്നിൽ കൊണ്ട് തന്നാൽ ഇത് വെച്ച് നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, കാരണം ഇതെന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇത് തന്നെ ഇൻ്റർ ക്വാളിഫൈ ചെയ്ത കുട്ടികളുടെ ലിസ്റ്റാണെന്ന് പറഞ്ഞ് തരികയാണെങ്കിൽ ഇവരെയൊക്കെ കോണ്ടാക്ട് ചെയ്യാനും ആ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് തന്നെ ഫൈനലിലേക്ക് ഇവരെയൊക്കെ ജോയിൻ ചെയ്യിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷന് ചെയ്യാൻ പറ്റും. ഇതാണ് ഡാറ്റയും ഇൻഫർമേഷൻ തമ്മിലുള്ള വ്യത്യാസം. ഡാറ്റ റോ ആയിരിക്കും, മീനിങ്ലെസ് ആയിരിക്കും, ജസ്റ്റ് ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആയിരിക്കും. പക്ഷേ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ആ ഡാറ്റയെ തന്നെ പ്രോസസ്സ് ചെയ്ത്, അതായത് ആ ഡാറ്റയെ പഠിച്ച് മനസ്സിലാക്കി അതിൽ നിന്നും ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് അതിനെ മാറ്റുന്നതിനാണ് ഇൻഫർമേഷൻ എന്ന് പറയുക. നെക്സ്റ്റ് നോളേജ്, അതായത് ഇപ്പോൾ ഇതേ ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസിനെ തന്നെ വിളിച്ച് അവരെ കൊണ്ട് ഫൈനലിലേക്ക് ജോയിൻ ചെയ്യിക്കാൻ പറയുകയാണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ അതിനെ നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് നോളേജ് എന്നാണ് പറയുക. ഒന്നുമില്ല, കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ ചെയ്യുന്നു. അതായത് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തിയറട്ടിക്കലായിരിക്കും, അല്ലെങ്കിൽ ബുക്സിലായിരിക്കും, അല്ലെങ്കിൽ സിസ്റ്റത്തിലായിരിക്കും ഇൻഫർമേഷൻ കിടക്കുന്നത്. ആ ഇൻഫർമേഷൻ നമ്മൾ പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ നോളേജ് അപ്ലൈ ചെയ്യുന്നു എന്ന് പറയുന്നത്. അതായത് ഇൻഫർമേഷൻ വഴി നമുക്ക് അറിവ് കിട്ടിയിട്ടുണ്ടാവും, ആ അറിവിനെ ഉപയോഗിക്കുന്നതിനാണ് നോളേജ് എന്ന് പറയാം. സിമ്പിൾ. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഡാറ്റ എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇസ് നേച്ചർ ഓഫ് ഡാറ്റ. ഡാറ്റയുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഡാറ്റയുടെ ഒരു നേച്ചർ, ഡാറ്റ ഏതൊക്കെ രീതിയിൽ കാണാൻ സാധിക്കും. സിമ്പിളായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൂന്നായിട്ട് പറയാം. ആദ്യത്തേത് ന്യൂമറിക്കൽ ഡാറ്റ. ന്യൂമറിക്കൽ ഡാറ്റ എന്താ, പേരിൽ തന്നെ നമുക്കറിയാം, ഈ ഡാറ്റ കാണിച്ചിരിക്കുന്നത് നമ്പേഴ്സിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സ്റ്റോക്ക് പ്രൈസുകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഓരോ സ്റ്റോക്കിൻ്റെയും വില എത്രയാണ് എന്നൊക്കെ നമുക്ക് ആ ചാർട്ട് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അതെന്താ, നമ്പേഴ്സിലാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ന്യൂമറിക്കൽ ഡാറ്റ.
നെക്സ്റ്റ് വൺ ഇസ് ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റ. ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റ നമുക്ക് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയാം. ന്യൂമറിക്കൽ ഡാറ്റയെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയാം. ക്വാണ്ടിറ്റേറ്റീവ് പറഞ്ഞാൽ കൃത്യമായി നമ്പറിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. അപ്പോൾ ക്വാളിറ്റേറ്റീവ് ഡാറ്റയോ നമ്പറിൽ എക്സ്പ്രസ് ചെയ്യാത്തത്, അതായത് ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റ എന്തിനെങ്കിലും കുറിച്ച് വിശദീകരിക്കാനുള്ളതായിരിക്കും. ചിലപ്പോൾ അത് ടെക്സ്റ്റ്, അതായത് ഈ പാരഗ്രാഫ് പോലെ ആയിരിക്കാം, അതല്ലെങ്കിൽ ഓഡിയോ ആയിരിക്കാം, വിഷ്വൽസ് ആയിരിക്കാം. അങ്ങനെ ഒരു സാധനത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട്, ഇപ്പം നമ്മളൊരു കമ്പനിയെക്കുറിച്ച് ഒരു കമ്പനിയുടെ ബോർഡ് റിപ്പോർട്ടൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ആ കമ്പനിയെക്കുറിച്ച് കുറേ എഴുതിയിട്ടുണ്ടാവും. ഇതൊക്കെയാണ് ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഗ്രാഫിക് ഡാറ്റ. ഗ്രാഫിക് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഡാറ്റയെ തന്നെ പിക്ടോറിക്കായിട്ട് അതല്ലെങ്കിൽ ഗ്രാഫായിട്ട് കാണിക്കുന്നത്. ഇപ്പം നമ്മളോട് ചെറുപ്പത്തൊക്കെ പഠിക്കുന്ന സമയത്ത് ഗ്രാഫ് വരയ്ക്കാൻ പറയില്ലേ, നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ തരും. അതായത് ഇന്ന ക്ലാസ്സിൽ ഇന്ന ഹൈറ്റ് റേഞ്ചിൽ ഇന്ന കുട്ടികളുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ടാലിയുടെ ടേബിളൊക്കെ തരും. എന്നിട്ട് ഇത് വെച്ച് ഗ്രാഫ് വരയ്ക്കാൻ പറയും. അപ്പോൾ ആ ഇൻഫർമേഷനാണ് നമ്മൾ ബാർ ചാർട്ടൊക്കെ വരച്ച് ഗ്രാഫായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റയാണ് ഗ്രാഫിക് ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡാറ്റയുടെ നേച്ചറിനനുസരിച്ച് നമുക്ക് ബ്രോഡായിട്ട് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് മാത്രമാണോ? ഇത് ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇതല്ലാതെ നമുക്ക് പല രീതിയിലും ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. മറ്റൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സോ സെക്കൻഡ് ടൈപ്പ് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഡാറ്റ നമുക്ക് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. നോമിനൽ സ്കെയിൽ, ഓർഡിനൽ സ്കെയിൽ, ഇൻ്റർവൽ സ്കെയിൽ ആൻഡ് റേഷ്യോ സ്കെയിൽ. ആദ്യത്തെ നോമിനൽ സ്കെയിൽ. നോമിനൽ സ്കെയിൽ യൂസ് ചെയ്യുന്നത് കാറ്റഗറൈസിങ് ഡാറ്റ, അതായത് ഡാറ്റയെ ജസ്റ്റ് കാറ്റഗറൈസ് ചെയ്യാൻ, വെറുതെ ഒന്ന് തരംതിരിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ് നോമിനൽ സ്കെയിൽ. നോമിനൽ സ്കെയിലിൽ മറ്റ് യാതൊരു രീതിയിലുള്ള ഇൻഫർമേഷൻസും നമുക്ക് കിട്ടുന്നില്ല, ജസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ മാത്രം. അതിന്നിപ്പോൾ നമ്പർ വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നമ്പേഴ്സിന് ശരിക്കുള്ള വാല്യൂ പോലും ഉണ്ടാവില്ല. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്, അവരെ നമ്മൾ ജസ്റ്റ് മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യുകയാണ് വെറുതെ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷനാണ്. ഈ ഗ്രൂപ്പ് മെയിൽ, ഈ ഗ്രൂപ്പ് ഫീമെയിൽ. അപ്പോൾ മെയിലിലുള്ള കുട്ടികൾക്കൊക്കെ 1 2 3 4 എന്ന നമ്പർ കൊടുക്കുകയാണെങ്കിൽ ഇത് ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നമ്പർ 1 ഈ കുട്ടി, നമ്പർ 2 ഈ കുട്ടി, അങ്ങനെ. പക്ഷേ ഈ നമ്പേഴ്സിന് വേറെ ഒരു തരത്തിലുള്ള മീനിങ്ങും ഇല്ല. അതായത് 1 എന്ന് പറയുകയാണെങ്കിൽ ആ കുട്ടി ക്ലാസ്സിലെ ഫസ്റ്റ് റാങ്കുള്ള കുട്ടിയാണെന്നോ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ പേര് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഫസ്റ്റ് ആണെന്നോ, അങ്ങനെ ഒരു അർത്ഥവും ഇതിനില്ല. ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുട്ടിയെ 1 എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷനാണ് നോമിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. ഇവിടെ ജസ്റ്റ് ഒരു കാറ്റഗറൈസേഷൻ ആയിരിക്കും. അവിടെ നമ്പേഴ്സ് ഉണ്ടെങ്കിലോ നമ്പേഴ്സിനൊന്നും യാതൊരു വാല്യൂ ഉണ്ടാവുന്നില്ല. നെക്സ്റ്റ് വണ്ണാണ് ഓർഡിനൽ സ്കെയിൽ. ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുന്നത് ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യാൻ, ഒരു കൃത്യമായ ഓർഡറിൽ ക്ലാസിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഓർഡിനൽ സ്കെയിൽ. അപ്പോൾ നേരത്തെ പറഞ്ഞു നമ്പേഴ്സിനൊന്നും ഒരു മീനിങ്ങും ഇല്ലയെന്ന്. പക്ഷേ ഇവിടെയുള്ള നമ്പേഴ്സ് ആ ഓർഡറിനെ കാണിക്കുന്നതായിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ മെയിൽ ഫീമെയിൽ പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യുകയാണ്. അപ്പോൾ ആ മെയിൽ എന്നുള്ള കാറ്റഗറിയിലുള്ള കുട്ടികളെ നമ്മൾ അവരുടെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ക്ലാസിഫൈ ചെയ്യുകയാണ്. എന്നിട്ട് അവർക്ക് നമ്പർ കൊടുക്കണം 1 2 3 എന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്പർ 1 എന്ന് പറയുന്നതായിരിക്കും ഈ ഒരു ഗ്രൂപ്പിലെ ഏറ്റവും ഫസ്റ്റ് ആൽഫബറ്റ് വരുന്ന, അതായത് ഇപ്പോൾ എയിൽ സ്റ്റാർട്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ ഉള്ളതിൽ ഏറ്റവും ആദ്യത്തെ ആൽഫബറ്റ് വരുന്ന കുട്ടിയായിരിക്കും 1. ഇപ്പോൾ 5 ആണെങ്കിൽ 5th ആൽഫബറ്റുള്ളായിരിക്കും. അപ്പോൾ നമുക്ക് നമ്പർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും 1 എന്നുള്ളത് ആദ്യത്തെ കുട്ടിയാണ്, 5 എന്നുള്ളത് ഓർഡറിൽ 5ാമത് വരുന്ന കുട്ടിയാണ്. അല്ലാതെ വെറുതെ ഒരു ക്ലാസിഫിക്കേഷൻ അല്ല, ആ നമ്പറിനൊരു മീനിങ് ഉണ്ട്. അതാണ് ഓർഡിനൽ സ്കെയിൽ. കൃത്യമായൊരു റാങ്കിങ് ഒക്കെ ചെയ്യാൻ അല്ലെങ്കിൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വൺ ഇൻ്റർവൽ സ്കെയിലാണ്. ഇൻ്റർവൽ സ്കെയിലിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഡാറ്റകളുടെ 2 ഡാറ്റാ പോയിൻറ്റ്സ്, അടുത്തടുത്ത് നിൽക്കുന്ന 2 ഡാറ്റാ പോയിൻറ്റ്സ് തമ്മിൽ ഈക്വൽ ഇൻ്റർവൽ ആയിരിക്കും. അതായത് ഡാറ്റയെ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും, അടുത്തുള്ള 2 പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടും തമ്മിലുള്ള ആ അകലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ ഇപ്പോൾ -°C മുതൽ പോസിറ്റീവ് വരെ നമുക്ക് ഒരു വൈഡ് റേഞ്ചിൽ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൽ 2 ഡിഗ്രിയും 3 ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിന് നമ്മളുടെ ഇൻ്റർവൽ എന്ന് പറയുന്നത് 1°C ആയിരിക്കും. 1 ഡിഗ്രിയുടെ വ്യത്യാസം, അതിനെയാണ് ഇൻ്റർവൽ സ്കെയിൽ എന്ന് പറയുന്നത്. അതായത് രണ്ടും തമ്മിലുള്ള ഗ്യാപ്പ് സെയിം ആയിരിക്കും. ഇതിന് തന്നെ മറ്റൊരു പോയിൻ്റ് കൂടെ ഉള്ളത്, ഇവിടുത്തെ 0 പോയിൻ്റ് ആർബിട്രറി ആണ്. അതായത് 0 പോയിൻ്റ് ആബ്സല്യൂട്ട് അല്ല, കറക്റ്റ് 0 പോയിൻ്റ് ആയിരിക്കില്ല. 0 എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവേ യൂസ് ചെയ്യുന്നത് എന്താ, ഒന്നുമില്ല എന്ന് കാണിക്കാനാണ് 0 എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയാണോ? 0°C എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഇല്ല എന്നല്ലല്ലോ അതിനർത്ഥം. 0 എന്ന് പറയുന്നതും ഒരു വാല്യൂ ആണ്. കാരണം 0ക്ക് ഇപ്പുറം നെഗറ്റീവുകൾ നമുക്ക് കാണിക്കാൻ സാധിക്കും.
അപ്പോൾ 0 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ടെമ്പറേച്ചർ ഇല്ല എന്നുള്ളൊരർത്ഥമല്ല അവിടെ. അതിനാണ് ആർബിട്രറി 0 പോയിൻ്റ് എന്ന് പറയുന്നത്. ഇൻ്റർവെൽ സ്കെയിലിൽ അങ്ങനെ ഒരു പ്രത്യേകതയാണ്, 0 പോയിൻ്റ് ആർബിട്രറി ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് റേഷ്യോ സ്കെയിൽ. റേഷ്യോ സ്കെയിൽ എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നോമിനലിൻ്റെയും ഓർഡിനലിൻ്റെയും ഇൻ്റർവെലിൻ്റെയും എല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷൻ. ഈ എല്ലാ രീതിയിലുള്ള ക്ലാസിഫിക്കേഷനും നമുക്ക് റേഷ്യോ സ്കെയിലിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വെയിറ്റ് കാണിക്കാൻ യൂസ് ചെയ്യണം. അതായത് കുറേ ആൾക്കാരെ കൊണ്ടുവന്ന് നിർത്തി അല്ലെങ്കിൽ കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് നിർത്തി എന്നിട്ട് അതിൻ്റെ വെയിറ്റ് അളക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് റേഷ്യോ സ്കെയിലിൽ ഉൾപ്പെടുത്താം. കാരണം ആദ്യത്തേത് നോമിനലായിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് ക്ലാസിഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇത് കുറച്ച് അളക്കാൻ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളാണ്, അളക്കേണ്ട കുറച്ച് സാധനങ്ങളാണെന്ന് പറയാം. അതുപോലെ തന്നെ ഓർഡിനൽ, ഇതിനെ വേണമെങ്കിൽ നമുക്കൊരു ഓർഡറിലാക്കാം. എങ്ങനെ? വെയിറ്റ് കുറഞ്ഞത് മുതൽ കൂടിയതിലേക്ക്, അസെൻഡിങ് ഓർഡറിലേക്ക് നമുക്കൊരു ഓർഡറിലേക്ക് ആക്കാം. അതുപോലെ തന്നെ വേണമെങ്കിൽ ഇവരെ ഇൻ്റർവെൽ സ്കെയിലിലേക്ക് മാറ്റാം. അതായത് തൊട്ടടുത്തുള്ള രണ്ട് സാധനങ്ങൾ, ഇപ്പോൾ 1 kg കൂടുതലുള്ള ഐറ്റംസ് വെച്ച് നമുക്കിതിനെ ഇൻ്റർവെൽ സ്കെയിലിലേക്കാം. അതേപോലെ തന്നെ റേഷ്യോ സ്കെയിലിന് വേറൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇവിടെ 0 പോയിൻ്റ് ആബ്സല്യൂട്ട് 0 പോയിൻ്റ് ആയിരിക്കും. അതായത് 0 എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഒന്നും ഇല്ല എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് 0 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വെയിറ്റ് ഇല്ല, അങ്ങനെ ഒരർത്ഥം. അതൊരു എക്സാമ്പിളാണ്. എന്നാലും ഇൻ്റർവെൽ പോലെ 0 എന്ന് പറയുന്നത് ഒന്നും ഇല്ല എന്നുള്ളൊരു മീനിങ് അല്ല ഇൻ്റർവെല്ലിൽ വരുന്നത്. പക്ഷേ റേഷ്യോയിൽ അങ്ങനെയല്ല. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്നുമില്ല, അങ്ങനെ ഒരു മീനിങ്ങാണ് റേഷ്യോ. അപ്പോൾ റേഷ്യോ ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഇതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റയിൽ വരുന്നത്. നെക്സ്റ്റ്, ഡിജിറ്റൈസേഷൻ ഓഫ് ഡാറ്റ. ഡിജിറ്റൈസേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം, കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുക. കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ പ്രോസസ്സ് ചെയ്തെടുക്കാൻ പറ്റുക, കമ്പ്യൂട്ടറിൽ നിന്ന് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുക, അങ്ങനെയൊക്കെയുള്ളൊരു ഫോമിലേക്ക് മാറ്റുക. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളൊരു ഫയലായിരിക്കും, അല്ലെങ്കിൽ ഒരു പേപ്പർ, ഫിസിക്കലായിട്ടുള്ള ഡാറ്റ ഫോം ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ മെക്കാനിക്കൽ ഡിവൈസസുകളിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരിക്കും. ഇതിനെയൊക്കെ ഡിജിറ്റൽ ഫോമിലേക്ക് മാറ്റുക. ഒരു കമ്പ്യൂട്ടറിന് റീഡ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും പറ്റുന്ന ഒരു ഫോമിലേക്ക് മാറ്റുന്നതിനാണ് ഡിജിറ്റൈസേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ ബൈനറി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. നമുക്കറിയാൻ പറ്റുമായിരിക്കും, കമ്പ്യൂട്ടർ റീഡ് ചെയ്യുന്നത് 0s and 1s അങ്ങനൊരു ഫോമിലാണ്. അപ്പോൾ ഡാറ്റയെ കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്യുന്നതും റീഡ് ചെയ്യുന്നതൊക്കെ 0s and 1s ആക്കി മാറ്റിയിട്ടാണ്. അങ്ങനെ 0s and 1s കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നതിനാണ് ഡിജിറ്റൈസേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയാം. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ആധാർ. നമ്മുടെ എല്ലാവരുടെയും പേഴ്സണൽ ഡാറ്റ ഇപ്പോൾ ഹയസ്റ്റ് ഫോം ഓഫ് ഡിജിറ്റൈസേഷനിലാണുള്ളത്. എല്ലാം ഈ ഒരു ആധാർ നമ്പർ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം മനസ്സിലാക്കാൻ പറ്റും, ജാതകം വരെ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെയാണ് ഡിജിറ്റൈസേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് ഡിജിറ്റൈസേഷൻ? നമുക്ക് തന്നെ ആലോചിക്കാൻ പറ്റാവുന്ന കാര്യമുള്ളൂ. ഡിജിറ്റൈസ്ഡ് ഡാറ്റ, കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത ഡാറ്റ. ഇപ്പോൾ ജസ്റ്റ് വെറുതെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, നമ്മളൊരു അസൈൻമെൻറ്റ് ചെയ്തിട്ട് പോവാണ്, അത് നമ്മൾ സേവ് ചെയ്ത് ക്ലൗഡിൽ കയറ്റി വെച്ചിട്ടുണ്ട്, മാത്രമല്ല നമ്മൾ പേപ്പറിലും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോയപ്പോൾ നമ്മുടെ കയ്യിൽ ആ പേപ്പർ എടുക്കാൻ പറഞ്ഞു. സ്ഥിരമായിട്ട് നമ്മൾ പറയും, ചെയ്തു ടീച്ചർ, വീട്ടിൽ വെച്ചിട്ട് വന്നു. അങ്ങനെ ഒരു എക്സ്ക്യൂസ് പറയേണ്ടി വരുന്നില്ല. അത് തന്നെ നമ്മൾ കമ്പ്യൂട്ടറിൽ ക്ലൗഡിലൊക്കെ സേവ് ചെയ്തതാണെങ്കിലോ അവിടെ നിന്ന് അടുത്ത് തന്നെയുള്ള ഏതെങ്കിലും സിസ്റ്റത്തിൽ നിന്നോ കഫേയിൽ നിന്നൊക്കെ പോയിട്ട് നമുക്ക് തന്നെ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അതാണ് ഡിജിറ്റൈസേഷൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് എവിടെ നിന്ന് വേണമെങ്കിലും, ഏത് സ്ഥലത്തു നിന്ന് വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാം, ഏത് ലൊക്കേഷനിൽ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഒരേ സമയത്ത് ആക്സസ് ചെയ്യും. അപ്പോൾ സൈറ്റുകളിൽ നിന്നൊക്കെ സാധനങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ആൾക്കാർക്ക് ഫോമോ ഇമേജോ വീഡിയോസോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുക്കാനൊക്കെ സാധിക്കും. ആ ഒരു സൈറ്റിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു എക്സാമിനേഷൻ സെൻറ്റർ സൈറ്റിൽ കയറി ഫീസ് അടയ്ക്കുകയാണ്, ഒരു സമയത്ത് ഒരാളായിരിക്കും ചെയ്യുക, അല്ല ഒരുപാട് ആളുകൾ ഒരേ സമയത്ത് ചെയ്യുന്ന. അപ്പോൾ എന്താണ്, മൾട്ടിപ്പിൾ പീപ്പിളിന് മൾട്ടിപ്പിൾ ലൊക്കേഷനിൽ നിന്ന് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഈ ഡാറ്റ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫിസിക്കൽ ഡാറ്റ ആണെങ്കിൽ പറ്റുമോ? ഇല്ല. വീട്ടിൽ വെച്ച് മറന്നെന്ന് വെച്ചാൽ വീട്ടിൽ വെച്ച് മറന്നു, ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് തിരിച്ച് പോയി എടുത്തിട്ട് വരേണ്ടി വരും, അങ്ങനെയൊക്കെ. അതേപോലെ ഇതിന് സ്റ്റോർ ചെയ്യാൻ ഫിസിക്കൽ സ്റ്റോറേജ് വളരെ കുറച്ചേ ആവശ്യമുള്ളൂ. അതായത് ഇപ്പോൾ കെട്ടുകണക്കിന് ഡാറ്റ ഫയലിലാക്കി വെക്കുന്നതും അതെല്ലാം കൂടെ ഒരൊറ്റ പെൻഡ്രൈവിലാക്കി വെക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫയലുകളാണെങ്കിൽ ഈ ഫയലുകളൊക്കെ സ്റ്റോർ ചെയ്യാൻ തന്നെ പ്രത്യേകിച്ച് ഒരു സ്റ്റോർ റൂമൊക്കെ കമ്പനികളിൽ വെക്കുന്നുണ്ടാവും. പക്ഷെ ഇപ്പം എങ്ങനെയാണോ, ഒരു ഹാർഡ് ഡിസ്കിലോ ഒരു പെൻഡ്രൈവിലോ അല്ലെങ്കിൽ ക്ലൗഡുകളിലോ എന്തിലെങ്കിലും സേവ് ചെയ്തിട്ടാൽ മതി. ഫിസിക്കൽ സ്റ്റോറേജൊക്കെ വളരെ കുറച്ച് ആവശ്യം വരുന്നുള്ളൂ. അതുപോലെ തന്നെ റിട്രീവ് ചെയ്തെടുക്കാൻ, നഷ്ടപ്പെട്ടു പോയ ഡാറ്റയെ ബാക്കപ്പ് ചെയ്ത് വയ്ക്കാൻ, റിട്രീവ് ചെയ്തെടുക്കാൻ ഈസി ആയിരിക്കും. ഇപ്പം നമുക്ക്
ഇപ്പോൾ വെള്ളപ്പൊക്കമൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് ഓഫീസുകളിൽ നിന്നൊക്കെ ഫയലുകളൊക്കെ നഷ്ടപ്പെട്ടു, പണ്ടത്തെ ഫയലുകളൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറയാറുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഈ ഫിസിക്കലായിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ പേപ്പർ വർക്കിലൊക്കെ ഉള്ള ഡാറ്റ എങ്ങനെയായിരിക്കും? എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റിയോ അതല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് എലി കടിച്ച് പോയാൽ തന്നെ മതി, എല്ലാം നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഡിജിറ്റൈസ്ഡ് ഡാറ്റ അങ്ങനെയാണോ? ഒരു പെൻഡ്രൈവിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചു, അല്ലെങ്കിൽ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ ആ സിസ്റ്റം കംപ്ലൈൻ്റ് ആണെങ്കിൽ പോലും നമുക്കത് റിട്രീവ് ചെയ്തെടുക്കാൻ ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ അതാണ്, റിട്രീവ് ചെയ്യാനും ബാക്കപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്ഫുള്ളായിരിക്കും, ഈസി ആയിരിക്കും. ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകും. അതായത് ഒരു ബിസിനസ്സിന് ഏറ്റവും അത്യാവശ്യം ഡാറ്റ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുക. അതുപോലെ റിയൽ ടൈം ഡാറ്റ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഉള്ള ഇൻഫർമേഷൻ നമുക്ക് അപ്പോൾ കിട്ടുന്നതിനാണ് റിയൽ ടൈം ഡാറ്റ എന്ന് പറയുന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുക. ഇതൊക്കെ നമുക്ക് ഫിസിക്കലി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റയിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല ഫിസിക്കൽ ഡാറ്റ പ്രോസസ്സ് ചെയ്തെടുക്കാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതായത് ഇപ്പോൾ ഒരു ഫയൽ തന്നിട്ട് ഇതിൽ നിന്നും ഇപ്പോൾ ആധാർ നമ്പറുകളുടെ ഒരു ഫയലാണ്, ഒരുപാട് ആധാർ നമ്പറുകളുടെ ഒരു ഫയൽ നമുക്ക് പേപ്പർ ഫയൽ തരികയാണ്. എന്നിട്ട് ഈ തന്നിരിക്കുന്ന ആധാർ നമ്പർ ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം എന്ന് പറയുകയാണെങ്കിൽ വേറെ ഒരു വഴിയില്ല, നമുക്ക് എല്ലാം മറിച്ച് നോക്കേണ്ടി വരും. പക്ഷെ അത് തന്നെ കമ്പ്യൂട്ടറിലാണെങ്കിലോ ജസ്റ്റ് നമുക്കിപ്പോൾ എക്സലിലൊക്കെ ആണെങ്കിൽ ഫൈൻഡ് ചെയ്യാനുള്ള, എക്സലിൽ ഏതിലാണെങ്കിലും ഫൈൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് ആ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്കത് കിട്ടും. അങ്ങനെ ഈസിയാണ്. അപ്പോൾ ബിസിനസ് ഇൻ്റഗ്രേഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ വളരെ എളുപ്പമായിരിക്കും ഡാറ്റ ഡിജിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇതൊക്കെയാണ് ഡിജിറ്റൈസേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞത്. എന്തുകൊണ്ട് ഡിജിറ്റൈസേഷൻ ഇത്രയും പ്രാധാന്യം വന്നു? ഓക്കെ, അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിജിറ്റൈസേഷൻ പ്രോസസ്സ് എങ്ങനെ ചെയ്യാം? സ്റ്റെപ്സ് ടു ഡിജിറ്റൈസേഷൻ അല്ലെങ്കിൽ പ്രോസസ്സ് ഓഫ് ഡിജിറ്റൈസേഷൻ. അതായത് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഫിസിക്കൽ ആയിരിക്കാം ഡാറ്റ, ഇതിനെങ്ങനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ അല്ലെങ്കിൽ ഏതൊക്കെ പ്രോസസ്സ് ഫോളോ ചെയ്ത് ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് അടുത്തത്. ആദ്യത്തെ സ്റ്റെപ്പ് ജസ്റ്റിഫിക്കേഷൻ ഓഫ് ദ പ്രൊപ്പോസ്ഡ് ഡിജിറ്റൈസേഷൻ പ്രോജക്റ്റ്. ജസ്റ്റിഫിക്കേഷൻ, അതായത് ഒരു ന്യായീകരണം ഉണ്ടായിരിക്കണം. നമുക്ക് ഫിസിക്കലായിട്ടുള്ള തന്നെ ഇപ്പോൾ ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഒരു ഓഫീസ് മുഴുവൻ ഡിജിറ്റലാക്കുക എന്ന് പറയുമ്പോൾ ചെറിയ പണിയൊന്നുമില്ല, ഒരുപാട് കോസ്റ്റും ടൈമും എഫേർട്ടൊക്കെ ഉള്ളൊരു ജോലിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിജിറ്റൈസേഷൻ വഴി ഒരു ഗുണവും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇത് ചെയ്യണം? ഇത് ചെയ്തിട്ട് വരുന്ന ബെനിഫിറ്റ്സ് എന്താണ്? ഇതിൻ്റെ കോസ്റ്റ് എത്ര വരും? അങ്ങനെയൊക്കെ ജസ്റ്റിഫൈ ചെയ്യുന്നതിനാണ്, അതായത് ഇത് വേണം എന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പ്രോസസ്സ്. അതാണ് ഫസ്റ്റ് പ്രോസസ്സ്. കാരണം ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ഇത് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് ജസ്റ്റിഫിക്കേഷൻ. നെക്സ്റ്റ് വൺ ഈസ് അസസ്മെൻറ്റ്. അതായത് ഒന്ന് വിലയിരുത്തുക, എന്തൊക്കെ ചെയ്യണം, നമുക്ക് എത്ര റിസോഴ്സസ് വേണ്ടി വരും. അതായത് ഫിസിക്കലുള്ളതിനെ ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ, ഡിജിറ്റൽ ഡാറ്റ ആക്കുമ്പോൾ ഒന്നാമത് സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻറ്റ്, കമ്പ്യൂട്ടറുകളും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. പിന്നെ ഇത് ചെയ്യാനറിയാവുന്ന ആളുകൾ വേണ്ടി വരും. പിന്നെ ഏതൊക്കെ ഡാറ്റയെ നമ്മൾ ഡിജിറ്റലിലേക്ക് മാറ്റണം, ഏതൊക്കെ ഫിസിക്കൽ തന്നെ വെച്ചാൽ മതി. അതായത് മാനേജ് ചെയ്യാൻ വലിയ പാടില്ലാത്ത, അത്ര റെലവൻ്റ് അല്ലാത്ത ഡാറ്റകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഫിസിക്കലിൽ തന്നെ വെച്ചാൽ മതി. ചെറിയ ഫയലുകളൊക്കെ വെച്ചാൽ മതി. എല്ലാത്തിനും ഡിജിറ്റൈസ് ചെയ്യണം എന്നുള്ള ആവശ്യം വരുന്നില്ലല്ലോ. അതൊക്കെയാണ് അസസ്മെൻറ്റ്. എത്ര ഡാറ്റ ഡിജിറ്റൈസ് ചെയ്യണം, അതിന് എത്ര റിസോഴ്സുകൾ ആവശ്യം വരും, എത്ര ടീംസ്, എത്ര ടെക്നിക്കൽ എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തുന്നതാണ് അസസ്മെൻറ്റ്. നെക്സ്റ്റ് വൺ ഈസ് പ്ലാനിങ്. ഏതൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായ പ്ലാനിങ് വേണം. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങാം, ഏതൊക്കെ രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്, എവിടെ അവസാനിപ്പിക്കണം, അങ്ങനെയുള്ള കൃത്യമായ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിനെക്കുറിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒന്ന് ഡീറ്റെയിൽ ചെയ്ത് വെക്കാം. നെക്സ്റ്റ് വൺ ഇസ് ഡിജിറ്റൈസേഷൻ ആക്ടിവിറ്റീസ്. പ്ലാൻ റെഡിയായാൽ പിന്നെ നെക്സ്റ്റ് എന്താ ചെയ്യുക, നമ്മൾ ആക്ഷനിലേക്ക് കടക്കുന്നു. അതായത് ഇത്രയും പ്ലാൻ ചെയ്ത് വെച്ച കാര്യങ്ങൾ ഇനി നമ്മൾ ഡിജിറ്റൈസ് ചെയ്ത് തുടങ്ങുന്നു. ഈ ഹാർഡ് കോപ്പി ഉള്ളതിനൊക്കെ സോഫ്റ്റ് കോപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുക, കൃത്യമായ ക്വാളിറ്റി ചെക്കിങ് നടത്തുക. ഈ ഫിസിക്കൽ ഡാറ്റയിലൊക്കെ ചിലപ്പോൾ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും. അപ്പോൾ ഡിജിറ്റൈസ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ നമ്മളിതിന്ന് ഒന്ന് ഗോ ത്രൂ ചെയ്യുന്ന പോലെയാണ്, അതായത് എല്ലാത്തിനെയും ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുന്ന പോലെ. അപ്പോൾ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ, എററുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക, കൃത്യമായ എഡിറ്റിംഗ് ഒക്കെ നടത്തി ക്വാളിറ്റിയുള്ള ഡാറ്റ മാത്രം അപ്ലോഡ് ചെയ്യുക. അങ്ങനെയുള്ള പ്രോസസ്സുകളൊക്കെ ചെയ്ത് ഡിജിറ്റൈസ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഈസ് പ്രോസസ് ഇൻ ദ കെയർ ഓഫ് റെക്കോർഡ്സ്. ഓക്കെ, ഇനി നമ്മൾ ഡിജിറ്റലായി സൂക്ഷിച്ച ഡാറ്റയെ കൃത്യമായി കെയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പോൾ ആർക്കൊക്കെ ഈ ഡിജിറ്റൽ ഡാറ്റയിലേക്ക് ആക്സസ് ഉണ്ടാവും? എല്ലാവർക്കും എല്ലാ ഡാറ്റയ്ക്കും ആക്സസ് കൊടുക്കും? ഇല്ല. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം റെലവൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ടാവും. അതെല്ലാ എംപ്ലോയീസിലേക്ക് എത്തിക്കുക, അതുപോലെ എല്ലാ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അവരുടെ
നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കും. അപ്പോൾ ചില ഡാറ്റ എന്ന് പറയുമ്പോൾ പബ്ലിക് ആയിരിക്കും. ഇപ്പോൾ കമ്പനികളുടെയൊക്കെ വെബ്സൈറ്റിൽ കയറിയാൽ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് കാണാം. അതുപോലെ അവരുടെ CSR ആക്ടിവിറ്റീസ് കാണാം. ഇതൊക്കെ പബ്ലിക് ആയിരിക്കും. ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ചില കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ബോർഡ് കമ്മിറ്റി ഒരു തീരുമാനം എടുത്തു, അപ്പോൾ ആ തീരുമാനത്തിൻ്റെ ഡ്രാഫ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ആർക്കാ? ആ ഒരു ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ പുതിയൊരു പ്രോജക്റ്റ് കൊണ്ടുവരാൻ പോകണം, ആ പ്രോജക്റ്റിൻ്റെ ഇപ്പോൾ കൊട്ടേഷൻ, ടെൻഡറുകൾ ഇങ്ങനെയുള്ളതൊക്കെ പബ്ലിക്കായിട്ട് എല്ലാവർക്കും കൊടുക്കുന്നതാണോ? അല്ല. അപ്പോൾ ചില ഡാറ്റ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും, ചില ഡാറ്റ കുറച്ച് ലിമിറ്റഡ് നമ്പർ ഓഫ് പീപ്പിളിന് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ക്ലാസിഫൈ ചെയ്യുക, എന്നിട്ട് പാസ്വേഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അങ്ങനെ ഡാറ്റ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ബാക്കപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുക. ഈ വൈറസ് സ്കാൻ ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കെയർ ഓഫ് റെക്കോർഡ്സിൽ വരിക. നെക്സ്റ്റ് ഇസ് ഇവാലുവേഷൻ. ഏതൊരു ആക്ടിവിറ്റി നമ്മൾ ചെയ്താലും കൃത്യമായി ഇവാലുവേറ്റ് ചെയ്യണം. നമ്മൾ ചെയ്തത് കറക്റ്റാണോ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, ഉണ്ടെങ്കിൽ അതെങ്ങനെ തിരുത്താം, അല്ലെങ്കിൽ ഉള്ളതിനെ എങ്ങനെ ബെറ്റർ ആക്കാം. ഇതൊക്കെയാണ് ഇവാലുവേഷനിൽ വരുന്നത്. ഇതൊക്കെയാണ് ഇപ്പോൾ ഡിജിറ്റൈസേഷൻ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ ഫിസിക്കലിനെ ഡിജിറ്റലായിട്ട് സ്റ്റോർ ചെയ്യാം. ഇത്രയും നേരം നമ്മൾ ഡാറ്റയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഡാറ്റയുടെ ഒരു റെലവൻസ് മനസ്സിലായിട്ടുണ്ട്. എന്താണ് ഡാറ്റ, ബിസിനസ്സിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് വരുന്നതൊക്കെ. നേരത്തെ പറഞ്ഞ പോലെ ഡാറ്റ ഇൻഫർമേഷൻ ആവുന്നത് ഡാറ്റ പ്രോസസ്സ് ചെയ്യുമ്പോഴാണ്. ഇൻഫർമേഷൻ നോളേജ് ആവുന്നത് പ്രോസസ്സ് ചെയ്ത സാധനം നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് ഉപയോഗിക്കുമ്പോൾ, പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഒരു നല്ല ഡാറ്റയെ എങ്ങനെ നല്ലൊരു ഇൻഫർമേഷൻ ആക്കാം, അതായത് ഡാറ്റ പ്രോസസ്സ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, ആ പ്രോസസ്സിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് കളക്ഷൻ ഓഫ് ഡാറ്റ. ഓബിയസ്ലി എന്തെങ്കിലും ഒരു ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്കതിനെ ഇൻഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കളക്ഷൻ എന്ന് പറയുമ്പോൾ ഡാറ്റ ശേഖരിക്കാം. എവിടെ നിന്നൊക്കെ? ഇൻറ്റേർണൽ എക്സ്റ്റേർണൽ സോഴ്സസ് ഉണ്ടാവും. അതായത് ഒരു കമ്പനി ആണെങ്കിൽ കമ്പനിയുടെ അകത്തുനിന്ന് തന്നെ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം. അതല്ലെങ്കിൽ കമ്പനിയുടെ പുറത്തുനിന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആയിരിക്കാം, സാധാരണ ഓഡിയൻസ് ആയിരിക്കാം. അങ്ങനെ നമുക്ക് ഒരുപാട് ഏരിയയിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡാറ്റ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആയിരിക്കാം, അതായത് നേരിട്ട് പോയി കളക്ട് ചെയ്യുന്നതായിരിക്കാം. അതല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ആയിരിക്കാം. സെക്കൻഡ് ഹാൻഡ് എന്ന് പറയുമ്പോൾ ഓൾറെഡി കളക്ട് ചെയ്ത് ഇപ്പോൾ ഗൂഗിളിൽ നിന്നൊക്കെ എടുക്കുന്ന പോലെ ആയിരിക്കും. അങ്ങനെ ഇതൊക്കെയാണ് കളക്ഷൻ ഓഫ് ഡാറ്റ. നെക്സ്റ്റ് വൺ ഈസ് ഓർഗനൈസിങ് ഡാറ്റ. കളക്ട് ചെയ്ത ഡാറ്റയെ കൃത്യമായി ക്ലാസിഫൈ ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നോമിനലായിട്ട് അല്ലെങ്കിൽ ഓർഡിനലായിട്ട് അങ്ങനെ നമുക്ക് ഒരുപാട്, അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രാഫിക്കലായിട്ട്, അങ്ങനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഈ ക്ലാസിഫിക്കേഷൻ്റെ ഒരു ഗുണം എന്താ? നമുക്ക് കൃത്യമായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പം, അതുപോലെ പോയി സെലക്ട് ചെയ്യാൻ എളുപ്പം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മെയിൽ ഫീമെയിൽ ഒരുപാട് കുട്ടികളുള്ളതിന് മെയിൽ ഫീമെയിൽ നമ്മൾ 2 കാറ്റഗറിയിൽ നിർത്തുകയാണെങ്കിൽ, നമുക്കൊരു പെൺകുട്ടിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഫീമെയിൽ എന്നുള്ള കാറ്റഗറിയിൽ നിന്ന് പോയി നമുക്ക് ഒരാളെ സെലക്ട് ചെയ്യാം, എളുപ്പമാണ്. അങ്ങനെ നെക്സ്റ്റ് ഇസ് ഡാറ്റ പ്രോസസ്സിങ്. ഇനിയാണ് ഡാറ്റ പ്രോസസ്സിങ്, അതായത് ഇപ്പോൾ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെച്ച ഡാറ്റ ഇതിനെ പ്രോസസ്സ് ചെയ്യുക, നമുക്ക് വേണ്ട രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? നമുക്ക് അൺവാണ്ടഡ് ഡാറ്റ ഉണ്ടാവും. അപ്പോൾ ഡാറ്റ ക്ലീൻ ചെയ്ത് മാറ്റുക. ക്ലീൻ ചെയ്യുക എന്ന് പറയുമ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള എററുകൾ, ചിലപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തത് കയറി വന്നിട്ടുണ്ടാവാം, അതിനെയൊക്കെ ഒഴിവാക്കുക. അതുപോലെ ക്വാളിറ്റി കുറഞ്ഞ ഡാറ്റ ഒഴിവാക്കുക. എന്തെങ്കിലും കിട്ടാൻ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ വീണ്ടും പോയി കളക്ട് ചെയ്യുക. കൃത്യമായ രീതിയിൽ ഡാറ്റ പ്രസൻറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഡാറ്റ പ്രോസസ്സിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇൻറ്റഗ്രേഷൻ ഓഫ് ഡാറ്റ. ഇൻറ്റഗ്രേഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റയെ യൂണിഫൈ ചെയ്യാന്ന് പറയും. അതായത് ഇപ്പോൾ നമ്മൾ പ്രോസസ്സ് ചെയ്ത് പല സോഴ്സുകളായിട്ട്, ഇപ്പോൾ പല ആളുകളും, ഒരു കമ്പനിയിൽ നിന്ന് തന്നെ പല ആളുകളും ഡാറ്റ പ്രോസസ്സിങ് നടത്തി വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ HR ഡിപ്പാർട്ട്മെൻറ്റിലൊരു ഡാറ്റ ഉണ്ടാവും, അതുപോലെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവരുടേതായിട്ടുള്ള പ്രോസസ്സിങ് അങ്ങനെ ഉണ്ടാവും. ഒരു കമ്പനിയെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ആവശ്യമുണ്ട്. അപ്പോൾ കമ്പനി എന്താ ചെയ്യുക? കമ്പനിയുടെ ഇപ്പോൾ സിമ്പിളായി പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ കമ്പ്യൂട്ടറുകളും കണക്റ്റഡ് ആയിരിക്കും. അതേപോലെ തന്നെ ചിലപ്പോൾ കമ്പനിക്ക് തന്നെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ കമ്പനിക്ക് ഒരു നെറ്റ്വർക്ക് ഉണ്ടായിരിക്കും. ഈ ഡാറ്റ ഈ നെറ്റ്വർക്ക് വഴിയായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ HR ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്ക് ഫൈനാൻസിനെ കുറിച്ചും ഫൈനാൻസിലുള്ള ആൾക്ക് മാനേജ്മെൻറ്റിനെ കുറിച്ചും എല്ലാം അറിയുന്നുണ്ടാവും. ഇതാണ് ഒരു ഷെയർഡ് നെറ്റ്വർക്ക്. അപ്പോൾ നെറ്റ്വർക്കായിട്ട് ഡാറ്റ സൂക്ഷിക്കുക. നെക്സ്റ്റ് വൺ ഇസ് ഡാറ്റ റിപ്പോർട്ടിംഗ്. ഇപ്പോൾ ഡാറ്റ സൂക്ഷിച്ചാൽ മാത്രം മതിയോ? പോരാ, നമുക്ക് അറിയിക്കേണ്ട ആളുകളെ ഡാറ്റ അറിയിക്കാം. അതിപ്പോൾ ടോപ്പ് മാനേജ്മെൻ്റ് ആയിരിക്കാം. നമ്മുടെ കയ്യിലുള്ള ഡാറ്റ അവർക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അവർക്ക് അത് വെച്ച് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കയ്യിലുള്ള ഡാറ്റ നമ്മൾ പബ്ലിക്കിലേക്ക് റിപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ അങ്ങനെയാണല്ലോ, പൊതുവെ ഗവൺമെൻറ്റിന്, പബ്ലിക്കിന് എല്ലാവർക്കും വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ ആളുകളെ അറിയിക്കേണ്ടവരെ അറിയിക്കുകയും വേണം. നെക്സ്റ്റ് വൺ ഇസ് ഡാറ്റ യൂട്ടിലൈസേഷൻ. ഫൈനൽ, ഇപ്പോൾ നമുക്ക് കൃത്യമായ റിപ്പോർട്ട് അടക്കം നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഇതിനെ യൂസ് ചെയ്ത് നമുക്ക് വേണ്ട ഡിസിഷൻസ്
എടുക്കാം. ഇതാണ് ഡാറ്റ എങ്ങനെ ഇൻഫർമേഷൻ ആവുന്നു, ഇൻഫർമേഷൻ എങ്ങനെ നോളജ് ആവുന്നു, അതിനൊരു പ്രോസസ്സിന് ഡീറ്റെയിൽ ചെയ്യുന്ന സ്റ്റെപ്സ് ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇൻഫർമേഷനാണ് ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. അതായത് നോളേജ് ആവാൻ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഇൻഫർമേഷൻ വേണം. എങ്ങനെയാണ് ഒരു ക്വാളിറ്റി നല്ലൊരു ഇൻഫർമേഷൻ വഴി ഡിസിഷൻ മേക്കിംഗ് എങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിനെ എന്തുകൊണ്ടാണ് ഇൻഫർമേഷൻ എഫക്റ്റ് ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതായത് നല്ല ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഔട്ട്കംസ് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരു ട്രേഡർ ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ട്രേഡ് ചെയ്യുന്ന വ്യക്തി കൃത്യമായി ന്യൂസുകളൊക്കെ കാണുന്ന, കമ്പനിയുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ വാച്ച് ചെയ്യുന്ന ഒരു വ്യക്തി എപ്പോഴും ഇൻഫോംഡ് ആയിരിക്കും. അപ്പോൾ ആൾക്ക് ഏകദേശം പ്രെഡിക്റ്റ് ചെയ്യും. ഇപ്പോൾ ഒരു കമ്പനി, ആളെന്നും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി, ആ കമ്പനിയിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു തകർച്ച സംഭവിച്ചു എന്ന ആൾക്ക് ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അപ്പോൾ ആൾക്ക് ഔട്ട്കം പ്രെഡിക്റ്റ് ചെയ്യാം. എന്തായാലും ഈ കമ്പനിയുടെ സ്റ്റോക്കുകൾക്ക് ഇനി വില ഇടിയാൻ സാധ്യതയുണ്ട്, അപ്പോൾ ഇപ്പം തന്നെ ഞാൻ എൻ്റെ സ്റ്റോക്കുകൾ വിൽക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിപ്പോൾ ടെമ്പററി ആയിട്ടുള്ളൊരു കാര്യമാണ്, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഈ ഒരു അവസ്ഥയെ മറികടക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെ ആൾക്ക് ഔട്ട്കംസ് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെന്ത് വേണം, കൃത്യമായ ഇൻഫർമേഷൻ വേണം. ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഗസ് ചെയ്യുന്നത് പോലെയോ, ഗസ്സിങ്ങിനേക്കാളും ഒരു ഇൻഫോംഡ് ഡിസിഷനാണ് എപ്പോഴും വേണ്ടത്. അതേപോലെ ഓപ്പർച്യൂണിറ്റീസ്, റിയൽ ടൈം ഓപ്പർച്യൂണിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് ചുറ്റും നടക്കുന്നതിനെക്കുറിച്ച് കൃത്യമായി ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്കാണ് ഇനി എമേർജ് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റികളെക്കുറിച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ കോവിഡ് ടൈം ആണെങ്കിൽ കോവിഡിൽ ഏകദേശം എല്ലാവർക്കും മനസ്സിലായതാണ്, നമുക്ക് ചുറ്റും എന്താ നടക്കുന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അപ്പോൾ അവർക്ക് ഡാറ്റ ഉണ്ട്, ഇപ്പോൾ കോവിഡാണ്, അപ്പോൾ അവർ ഇൻഫോംഡ് ആവുകയാണ് ഇനി കുറച്ച് നാളത്തേക്ക് ലോക്ക്ഡൗൺ ആയിരിക്കും, അത് അവർക്കൊരു ഇൻഫർമേഷനാണ്. അപ്പോൾ അവരത് പെട്ടെന്ന് പ്രോസസ്സ് ചെയ്ത് എന്ത് ചെയ്യും, ക്ലാസ്സുകൾക്ക് ഡിമാൻഡ് ഉണ്ട്, അപ്പോൾ എന്ത് ചെയ്യണം, ഫിസിക്കൽ ക്ലാസ്സുകളെ ഓൺലൈനായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ റിയൽ ടൈം ഓപ്പർച്യൂണിറ്റിയാണത്. അതിനെ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ കൃത്യമായ ഇൻഫർമേഷൻ അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇനി സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുക. സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ആളുകൾ ആ കോമ്പറ്റീഷനെ മറികടന്ന് നമുക്കെങ്ങനെ ഫസ്റ്റ് എത്താം, അല്ലെങ്കിൽ നമുക്കെങ്ങനെ അവരെക്കാളും ബെറ്റർ ആവാം, നമുക്കെങ്ങനെ മാർക്കറ്റിൽ ലീഡ് ചെയ്യാം, ഇതൊക്കെ അറിയണമെങ്കിൽ കൃത്യമായ ഇൻഫർമേഷൻ വേണം. മാർക്കറ്റിലെ ഓപ്പർച്യൂണിറ്റികളെക്കുറിച്ച്, നമ്മുടെ കോമ്പറ്റീറ്റർ യൂസ് ചെയ്യുന്ന ടെക്നോളജി അല്ലെങ്കിൽ അവരുടെ മെത്തേഡ്സ്, നമ്മുടെ മെത്തേഡ്സ് എന്താണ്, ആളുകൾക്ക് എന്താണ് ആവശ്യം, ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള സ്ട്രാറ്റജി അല്ലെങ്കിൽ പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അതേപോലെ ഡിസിഷൻ മേക്കിംഗ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. നല്ലൊരു ഡിസിഷൻ ഉണ്ടാക്കണമെങ്കിൽ കൃത്യമായ ഇൻഫർമേഷൻ വേണം. അതല്ലെങ്കിൽ ഒരു വേഗ് ഗസ്സായിട്ട് മാറും നമ്മുടെ ഡിസിഷൻസ് എന്ന് പറഞ്ഞത്. അതൊരിക്കലും നമ്മളെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യില്ല. കസ്റ്റമർ സപ്പോർട്ട്, കസ്റ്റമേഴ്സിന് എന്താ വേണ്ടതെന്ന് കൃത്യമായ നമുക്ക് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ എന്താണ് കൊടുക്കുന്നത് എന്നതിലുപരി കസ്റ്റമേഴ്സിന് എന്താണ് വേണ്ടത്, അവരുടെ നീഡ് സെർവ് ചെയ്യാൻ പറ്റുമ്പോഴാണ് ഒരു ബിസിനസ് ലീഡറായിട്ട് മാറുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വോൺസ്, അവരുടെ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യുക, അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കുക, ഇതിനൊക്കെ ചെയ്യണമെങ്കിൽ കൃത്യമായ ഇൻഫർമേഷൻ കയ്യിലുണ്ടായിരിക്കണം. അതേപോലെ ഇപ്പോൾ ഡിജിറ്റൽ സെഞ്ച്വറി അല്ലെങ്കിൽ ഡിജിറ്റൽ എറ എന്നൊക്കെ പറയുമ്പോൾ ഇഷ്ടം പോലെ ഫ്രോഡുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രോഡുകൾ, ഇത് ഫ്രോഡാണ് എന്ന് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഒരു ഫ്രോഡ് നടക്കുന്നുണ്ട്, ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട്സിലൊക്കെ എന്തെങ്കിലും മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ അറിയണമെങ്കിൽ കൃത്യമായ ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം. നമ്മുടെ കയ്യിൽ ഡാറ്റ ഉണ്ടാവണം. ആ ഡാറ്റ ഉണ്ടെങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകളിൽ ഇങ്ങനെയല്ല ഡാറ്റ കാണിച്ചിരിക്കുക, അപ്പോൾ ഇവിടെ ഒരു മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട്, അപ്പോൾ അക്കൗണ്ടൻ്റ് അല്ലെങ്കിൽ മാനേജർ കമ്പനിയെ പറ്റിക്കുന്നുണ്ട്, ഇതൊക്കെ മനസ്സിലാണെങ്കിൽ കൃത്യമായ ഇൻഫർമേഷൻ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രസൻറ്റേഷനും ഡാഷ്ബോർഡുകൾ, ഈ കമ്പനി മീറ്റിങ്ങിലൊക്കെ ആളുകൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു നല്ല പ്രസൻറ്റേഷൻ വെക്കുമ്പോഴാണ്. അപ്പോൾ ഒരു നല്ല പ്രസൻറ്റേഷൻ ഉണ്ടാക്കണമെങ്കിൽ കൃത്യമായ ഡാറ്റ കയ്യിലുണ്ടായിരിക്കും. ഈ ഡാറ്റയാണ് നമ്മൾ പല രീതിയിലും ഗ്രാഫുകളായിട്ട് ഇമേജൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് ഏറ്റവും അത്യാവശ്യം ക്വാളിറ്റി ഇൻഫർമേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെയാണ് എങ്ങനെയാണ് നല്ല ഇൻഫർമേഷൻ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു, എങ്ങനെയൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള പോയിൻറ്റ്സ്. അടുത്തത് പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം. ആരൊക്കെയാണ് പ്രൊഫഷണൽസ്? ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കില്ലുള്ള യുണീക്കായിട്ടുള്ള ജോബുകൾ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ പ്രൊഫഷണൽസ് എന്ന് പറയുക. ഇപ്പോൾ CMA ക്വാളിഫൈ ചെയ്ത അല്ലെങ്കിൽ CS ക്വാളിഫൈ ചെയ്യുമ്പോൾ അവർക്ക് അക്കൗണ്ടിങ് പ്രൊഫഷണൽസാണ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രൊഫഷണൽസാണ്. അപ്പോൾ സാധാരണ ഒരു എംപ്ലോയി അല്ലെങ്കിൽ സാധാരണ
ഒരു വർക്കർ എന്നുള്ളതിനേക്കാളും പ്രൊഫഷണൽസിനും കുറച്ചുകൂടെ ഡിമാൻഡും ക്വാളിറ്റിയും ഉണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ പ്രൊഫഷണൽസ് ചെയ്യുന്ന ജോലിക്കും അതേ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ പ്രൊഫഷണൽസിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് സംസാരിക്കാൻ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം. എന്താണ് സ്കെപ്റ്റിസിസം? സ്കെപ്റ്റിസിസം എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിങ് ആറ്റിറ്റ്യൂഡ് ഫോർ ക്ലാരിറ്റി. അതാണ് സ്കെപ്റ്റിസിസം എന്ന് പറയുക. അതായത് നമ്മളോട് എന്തെങ്കിലും ഒരാൾ പറയുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാതെ, ഇപ്പോൾ തൊണ്ട തൊടാതെ വിഴുങ്ങുക എന്നൊക്കെ പറയും. അതായത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാതെ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുക. അത് അവരോട് വഴക്കിടാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ കൃത്യമാണ് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ്. അതായത് ഇപ്പോൾ ഓഡിറ്റിങ്ങിനൊക്കെ പോകുന്ന ഒരു ഓഡിറ്ററാണ്. ഇപ്പോൾ കമ്പനി അവർക്ക് കൊടുത്തിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും അതുപോലെ കമ്പനിയുടെ എംപ്ലോയീസൊക്കെ പറയുന്നത് അതേപോലെ വിശ്വസിച്ച് ഓഡിറ്റർ റിപ്പോർട്ട് കൊടുക്കുകയാണോ ചെയ്യുക? അല്ല, ഓഡിറ്റർ പ്രൊഫഷണൽ സ്കെപ്റ്റിസിസമാണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് ഓഡിറ്ററിന് ഡൗട്ട് തോന്നുന്ന ഏരിയാസ്, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഫ്രോഡ് നടന്നിട്ടുണ്ടാവുമോ, ഫ്രോഡൊന്നുമില്ല എന്നാലും ഒരു ക്ലാരിഫിക്കേഷൻ വേണം, അങ്ങനെയൊക്കെ തോന്നുന്ന ഏരിയസൊക്കെ ഓഡിറ്റർ നോട്ട് ചെയ്ത് കൃത്യമായി ക്ലാരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ഓഡിറ്റർ റിപ്പോർട്ട് കൊടുക്കുന്നുള്ളൂ. ഇതിനെയാണ് പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം എന്ന് പറയുക. നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കാതെ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. എപ്പോഴും ക്വസ്റ്റ്യനിങ് ആയിരിക്കുക. അതിനർത്ഥം എപ്പോഴും ഇപ്പോൾ ഓഡിറ്റർ എപ്പോഴും പോയി അവരായിട്ട് വഴക്കിടുക എന്നല്ല, പക്ഷെ ഓഡിറ്റർ എപ്പോഴും ഒരു ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ചെയ്യുന്ന വർക്കിനൊരു ക്വാളിറ്റി ഉണ്ടാവുന്നുള്ളൂ. നെക്സ്റ്റ് വൺ, എത്തിക്കൽ യൂസ് ഓഫ് ഡാറ്റ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ഡാറ്റ യൂസ് ചെയ്യുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഡാറ്റ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച്. ഇനി ഇതിൻ്റെ ഒരു എത്തിക്കൽ സൈഡ്, അതായത് പ്രൊഫഷണൽസ് ആണ് ഡാറ്റ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ആവണമെന്നില്ല, സാധാരണ ഒരു എംപ്ലോയി ഡാറ്റ കൈകാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ സാധാരണ ഒരു വ്യക്തി, ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് തന്നെ ആണെങ്കിലും, ഇപ്പോൾ റിസർച്ചിനൊക്കെ ആണെങ്കിൽ ഒരുപാട് ഡാറ്റ കളക്ഷനൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഒരാൾ ഡാറ്റ കൈകാര്യം ചെയ്യുമ്പോൾ എത്തിക്കലായിട്ട് ഏതൊക്കെ ഏരിയകൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഡാറ്റ എത്തിക്കലായിട്ട് യൂസ് ചെയ്യാൻ, കൃത്യമായി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിന് ഒരു 5 പ്രിൻസിപ്പിളായിട്ട് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ആദ്യത്തേത് ഓണർഷിപ്പ്. അതായത് ഒരാളുടെ ഡാറ്റ, അതയാളുടെ പേഴ്സണലോ പബ്ലിക്കോ എന്ത് ഇൻഫർമേഷൻ ആണെങ്കിലും ഒരാളുടെ ഡാറ്റ അയാളുടെ മാത്രം സ്വന്തമാണ്. അപ്പോൾ ആ ഡാറ്റ നമ്മൾ അവിടെ പോയി കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പെർമിഷൻ വാങ്ങുന്നുള്ളൊരു സാമാന്യ മര്യാദയാണ്. ഇപ്പോൾ നമ്മളൊരു വെബ്സൈറ്റിലൊക്കെ കയറുമ്പോൾ നമുക്ക് കുറേ എഴുതിയിട്ട് അവസാനം ഐ ആക്സെപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബോക്സ് തരാറുണ്ട്. അതും അല്ലെങ്കിൽ ഇപ്പോൾ പുതിയൊരു ആപ്പ് നമ്മൾ കയറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ആപ്പിന് നിങ്ങളുടെ മീഡിയയിലേക്കുള്ള ആക്സസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഗാലറിയിലേക്ക്, നിങ്ങളുടെ ഓഡിയോയിലേക്കുള്ള ആക്സസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ഫസ്റ്റ് തന്നെ ചോദിക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്താ മനസ്സിലാക്കുക, നമ്മുടെ കയ്യിലുള്ള ആ ഡാറ്റ അല്ലെങ്കിൽ നമ്മുടെ വിഷ്വൽസ്, നമ്മുടെ ഓഡിയോസ്, ഇതൊക്കെ നമ്മുടെ സ്വന്തമാണ്. അപ്പോൾ ഒരു പുറത്തുനിന്നുള്ളൊരു ആപ്പ് നമ്മൾ കയറ്റി അതിനെ ആക്സസ് ചെയ്യുമ്പോൾ ആ ആപ്പ് നമ്മളോട് പെർമിഷൻ ചോദിക്കുന്നതാണ്. ഞങ്ങളിത് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് പെർമിഷൻ ചോദിക്കുന്നതാണ് ആ അലോ ഡിസലോ എന്ന് പറയുന്ന ബോക്സ്. ഇതാണ് ഓണർഷിപ്പ്. അതായത് മറ്റൊരാളുടെ ഡാറ്റ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് അയാളോട് പെർമിഷൻ ചോദിക്കുക. കാരണം ഡാറ്റ എന്ന് പറയുന്നത് അയാളുടെ ഓണർഷിപ്പാണ്. അപ്പോൾ അയാളുടെ സമ്മതമില്ലാതെ ഒരാളുടെ ഡാറ്റ നമ്മൾ ഉപയോഗിക്കരുത്. അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസ്പെറൻസി. ട്രാൻസ്പെറൻസി എന്ന് പറയുമ്പോൾ ഒരു ഓപ്പൺനെസ്. അതായത് ഇപ്പോൾ സർവേക്കൊക്കെ ആണെന്ന് പറഞ്ഞ് നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അവർ നമ്മളോട് പറയും ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അതുപോലെ ഇത് വെച്ച് എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കാർഷിക സർവേക്ക് ആണെങ്കിൽ ഇത് ഞങ്ങളെ സെൻസസിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ്, അതല്ലെങ്കിൽ കൃഷിഭൂമി ഉള്ളവർ ഇല്ലാത്തവരെ അറിയാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെയൊക്കെ അവർ പറയും. അതല്ലാതെ ചുമ്മാ ഒരാൾ കയറി വന്ന് നമ്മുടെ അടുത്ത് ഡാറ്റ നിങ്ങൾക്ക് എത്ര കൃഷിഭൂമിയുണ്ട്, എന്തൊക്കെ നിങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര ഏക്കർ സ്ഥലമുണ്ടെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് തന്നെ നമുക്കൊരു പേടിയാവും. ഇതെന്താ സംഭവം, അറിയാത്തൊരവസ്ഥ, അതല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവും, അങ്ങനെയൊക്കെ. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. എന്തിനാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആരുടെ അടുത്തു നിന്നാണോ ഡാറ്റ കളക്ട് ചെയ്യുന്നത് അവരറിഞ്ഞിരിക്കണം. നമ്മുടെ യൂസ് എന്താണെന്ന് അവരറിഞ്ഞിരിക്കണം. അതാണ് ട്രാൻസ്പെറൻസി. അടുത്തത് പ്രൈവസി. ചില ഡാറ്റയൊക്കെ ഹൈലി പ്രൈവറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം. പക്ഷേ നമ്മൾ ഉറപ്പ് വരുത്തണം പ്രൈവറ്റ് ആയിട്ടുള്ള ഡാറ്റ ഒരിക്കലും അതിൻ്റെ പ്രൈവസി നഷ്ടപ്പെടാതെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. അതായത് ഇപ്പോൾ ഓഡിറ്ററൊക്കെ ആണെങ്കിൽ ഓഡിറ്റർ കമ്പനിയുടെ A to Z എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ഒരാളാണ് ഓഡിറ്റർ. അപ്പോൾ ഓഡിറ്റർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കമ്പനിയുടെ ഇപ്പോൾ പുതിയ പ്രോജക്റ്റുകൾ എന്തെങ്കിലും അല്ലെങ്കിൽ കമ്പനിയുടെ
ടെൻഡറുകൾ, കൊട്ടേഷനുകൾ അല്ലെങ്കിൽ കമ്പനിയുടെ ഇപ്പോൾ ഫുഡ് പ്രോസസ്സിങ് കമ്പനിയാണെങ്കിൽ ഓഡിറ്റർക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ റെസിപ്പി വരെ ചെക്ക് ചെയ്യാനുള്ള അവകാശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓഡിറ്റർക്ക് ഇത് ലീക്ക് ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷേ അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇല്ല. അതാണ് പ്രൈവസി. പ്രൈവറ്റായിട്ടുള്ള ഇൻഫർമേഷൻ പ്രൈവറ്റായിട്ട് തന്നെ കൊണ്ടുപോകണം. അതല്ല ഇത് പബ്ലിക് ആക്കാനൊരു സാഹചര്യം ഉണ്ടെങ്കിൽ, അത് ഒഴിവാക്കാൻ പറ്റാത്തൊക്കെ ആണെങ്കിൽ ഓണറിനെ അറിയിക്കണം. നെക്സ്റ്റ് വൺ ഈസ് ഇൻറ്റൻഷൻ. അതായത് ഡാറ്റ കളക്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ ഡാറ്റ യൂസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി ഒരിക്കലും ഡാറ്റ കളക്ഷൻ നടത്തരുത്. ഫോർ എക്സാമ്പിൾ ഹാക്കിങ്ങും ഒരു രീതിയിൽ ഡാറ്റ കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡാറ്റ യൂസ് ചെയ്യുന്നൊക്കെ. പക്ഷേ ഹാക്കിംഗ് വഴി അൺഎത്തിക്കൽ ഹാക്കിംഗ് ഒക്കെ വഴി ഒരുപാട് ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡാറ്റ കളക്ഷൻ അൺഎത്തിക്കലാണ് അല്ലെങ്കിൽ ഡാറ്റ യൂസ് ചെയ്യുന്നത് അൺഎത്തിക്കലാണ്. നെക്സ്റ്റ് വൺ ഈസ് ഔട്ട്കം എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റ യൂസ് ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഇൻറ്റൻഷൻ, നേരത്തെ പറഞ്ഞ പോലെ ഉദ്ദേശം നല്ലതായിരിക്കും, പക്ഷേ അതിൻ്റെ ഔട്ട്കം ചിലപ്പോൾ നല്ല രീതിയിൽ വരണമെന്നില്ല. ഇപ്പോൾ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ഒക്കെ നടത്തി, ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നൊരു സിനിമയുടെ ഇൻ്റർവ്യൂ നടത്തി. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സിനിമയുടെ പ്രൊമോയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ചിലപ്പോൾ ഇത് എയർ ചെയ്യുന്ന സമയത്ത് അത് എഡിറ്റ് ചെയ്തതിലോ അല്ലെങ്കിൽ അവർ പ്രസൻറ്റ് ചെയ്ത രീതിയിലോ ചോദിച്ച ചോദ്യങ്ങളോ അതിന് കിട്ടിയ ഉത്തരങ്ങളോ അങ്ങനെയൊക്കെ ആകുമ്പോൾ പ്രസൻറ്റ് ചെയ്ത ആൾക്കാർ അല്ലെങ്കിൽ അതിന് ഇപ്പോൾ വന്ന ആക്ടേഴ്സ് അവരുടെയൊക്കെ മറുപടികളോ അങ്ങനെയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ആക്ടേഴ്സിന് ട്രോള് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇൻറ്റൻഷൻ നല്ലതായിരുന്നു പക്ഷേ ഔട്ട്കം നല്ലതായിരുന്നു അല്ല. അപ്പോൾ ഡാറ്റ കളക്ഷൻ ഇൻറ്റൻഷൻ മാത്രമല്ല ഔട്ട്കമ്മും നല്ലതായിരിക്കണം. ഇതൊക്കെയാണ് ഡാറ്റ കളക്ഷൻ അല്ലെങ്കിൽ ഡാറ്റ യൂസ് ചെയ്യുന്നതിനുള്ള എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ BDAയുടെ ഡാറ്റ അനലിറ്റിക്സിൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷറി ചാപ്റ്റർ ഇതാണ്. നെക്സ്റ്റ് ചാപ്റ്റേഴ്സും അതേപോലെ മറ്റ് സബ്ജക്റ്റുകളും ചാപ്റ്റേഴ്സും എല്ലാം ആക്സസ് ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്